ഹലോ ഗായ്സ്, ബാക്ക് ടു യു ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ട്രാവലറാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ട്രാവലറുണ്ട്, ഒരു ചെറിയൊരു ട്രിപ്പാണ്. നമുക്ക് വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നണു. ഒരിറക്കമുണ്ട്, നമ്മൾ അതിൽ ഇറങ്ങി പോയിട്ട് നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോവാം. ഒരു അത്യാവശ്യം ലോങ് ഉണ്ടൊരു വീഡിയോ ആവും ഗായ്സ്. നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങാനായി. നമ്മൾ ഇറങ്ങാം എന്നിട്ട് നമുക്ക് പറപ്പിച്ച് വിടാം ഗായ്സ്. വണ്ടി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് യാത്രി നമ്മൾ ഇറങ്ങി. നമ്മളിപ്പോൾ ഇതാ മെയിൻ റോഡ് എത്തി. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് തിരിച്ചിട്ട് നമുക്ക് വേഗം സ്പീഡ് പോവാം. ഫ്രണ്ടിലത്തെ കാറുകാരന്മാർക്ക് എപ്പോൾ തുടങ്ങിയതാണ് ഗൈസ്. അവിടെ ഇതവിടെ സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ആ സിഗ്നലിൽ നിൽക്കാൻ നമ്മൾ സിഗ്നൽ ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം ലോറിക്കാരെ ഓവർടേക്ക് ചെയ്യണം ഗൈസ്. നമുക്ക് അവനെ ഓവർടേക്ക് ചെയ്യാം ഗൈസ്. പിന്നാലെ പോയി ഓവർടേക്ക് ചെയ്യണം. നമുക്ക് സ്പീഡ് കൊടുക്കണില്ല, മെല്ലെ തന്നെ പോണ്. നമ്മളങ്ങനെ വെട്ടിച്ചു ഗൈസ്. നല്ലൊരു വളവ് വരുന്നുണ്ട്. ആ വളഞ്ഞിട്ട് നമുക്ക് പോവാം. നമ്മൾ വേഗം പോണത്തോളം നമുക്ക് വേഗം സമയം ലാഭിക്കാം. ഞാൻ വേഗം സ്പീഡത്തോളം പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം പോകണം. ഞാൻ കുറേ നേരം ഉണ്ട് കേട്ടോ ഗായ്സ് നമുക്ക് പോവാൻ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആണ് ഇത്. നമ്മൾ കുറേ നേരം ഇപ്പോൾ തുടത്തിയിട്ടല്ലേ നമുക്ക് ഇത്തിരി നേരം എടുത്തുകൂടും. ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വണ്ടി എടുത്ത് കുറച്ച് നേരമായി. അപ്പോൾ നമ്മളെ ട്രാവലർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നല്ല സ്പീഡിലോട്ട് പോകണം. ഇപ്പം നമുക്ക് 100 പോകണമൊക്കെ ചെയ്യാം. എല്ലാം വിട്ടുകാരനാണ്. അത് ടൗൺ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ ടൗൺ ബസ്സും നമ്മളുടെ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടാവില്ലേ, അതേമാതിരി ഉണ്ടാവില്ല. ടൂറിസ്റ്റ് ബസ്സും ഇവിടുത്തെ ടൗൺ ബസ് മാതിരിയാണ്. എന്താ അറിയണില്ല ഗൈസ്, ഞാൻ വണ്ടി എടുത്താൽ മാത്രം ഇവിടെ ടൗണിൽ സിഗ്നലിട്ട് നിർത്തുന്നത് എന്താണെന്ന് അറിയണില്ല. ഇവിടെ ഒരു വളവുണ്ട്, വട്ടാണ് ഇവിടെ. ആ വട്ടവളവിൽ നമുക്ക് തിരിഞ്ഞ് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് ബസ് മാതിരത്തെ ബസ്. അതും ടൗൺ ബസ്സിൻ്റെ മാതിരി ഉണ്ട് ഗൈസ്. നമ്മളെന്താ ഈ വളവ് വളഞ്ഞിട്ട് നമുക്ക് പോയേക്കാം. സ്ഥലം അത്ര പരിചയമില്ല കേട്ടോ എനിക്ക്. അതൊക്കെ പോയി കുത്താനായി ഗൈസ്. കൺട്രോൾ കിട്ടണില്ല. നൈറ്റായി ഉറങ്ങാണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ. 5 മണിക്ക് തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ 5-6 മണിയാവാനായി. നമുക്ക് ഒരു ചായ കുടിക്കണം തോന്നുന്നുണ്ട്. കുറച്ച് തരുമ്പോഴേക്കും നമുക്കൊരു ചായ കുടിക്കാം. നല്ല സ്പീഡിൽ പോവാം. നമുക്ക് വേഗം പോവാം. നല്ല സ്പീഡിലേക്ക് പോയപ്പോൾ ആൾക്കാരൊന്നും കാണുന്നില്ല. രാവിലെ ഇപ്പോൾ പുലർച്ചെയായി. ഞാൻ സിഗ്നൽ നോക്കിയില്ല കേട്ടോ. റോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ റോഡിൽ ആരും കാണില്ല. ഫ്രീ ആയിട്ട് പോവുക. കുറച്ച് രാവിലെ ട്രാഫിക് ആവുമല്ലോ. നമുക്ക് അപ്പത്തിന് ഈ മെയിൻ റോഡിൽ നിന്ന് പോകണം. നമുക്ക് ഫുള്ള് മെയിൻ റോഡ് കിട്ടിയാൽ നമുക്ക് സിമ്പിളായി സ്പീഡ് പോവാം. ടൗൺ ബസ്സൊക്കെ കഷ്ടപ്പെട്ട് വരുന്നു ഗൈസ്. ആ ചെറിയ വഴിയിൽ നമ്മൾ സ്പീഡ് പോവാ. കുറച്ച് ബസ്സുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ബസ് ലോറിയൊക്കെ വരുന്നതാണ്. ഇതപ്പോൾ രാവിലെ തോന്നുന്നു നമുക്ക്. അതൊരു ഏറ്റമുണ്ട്, അത് തന്നെ കയറിയിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇത്തിരി സ്പീഡ് കിട്ടും. നമുക്കൊരു 110 കയറിയപ്പോൾ ഞാൻ സ്പീഡ് പോകണില്ല. അപ്പോൾ എവിടെയാണ് പോയി കുത്തിയാലോ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ കൊമ്പൻ ബസ് ഞാൻ സ്പീഡ് പോയി കുത്തിയിട്ട് പണിക്ക് ഇറക്കിക്കണേ ഞാൻ. കാറുകാരൻ കാട്ടു നോക്ക് ഗൈസ്. ഫ്രണ്ടിക്ക് വേഗം ഓവർടേക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി ഇടിക്കില്ലേ. എന്നിട്ട് നമ്മളിതാ കണ്ടിന്യൂ ചെയ്യണു. ആ കാറുകാരൻ സിഗ്നലിൽ നിർത്തി. ഞാൻ നിൽക്കണില്ല. ഞാൻ വേഗം സ്പീഡ് പോവുക, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ രാവിലെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് കുറച്ച് ദൂരം വന്നു ഞാൻ. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റണില്ലേക്ക്. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു ചെറിയൊരു ഹൈവേ കിട്ടി. ഇത് 1 വേ ആണ്. സ്പീഡ് പോയാൽ നമുക്ക് വേഗം എത്തും ഗൈസ് സ്ഥലത്തിൽ. പക്ഷേ സ്പീഡ് പോകാൻ പറ്റണില്ലേക്ക്. ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ തന്നെ പോകുന്നത്. കുറച്ച് മഴയും ഇതൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ ഉള്ളിൽ പോയി കാണിച്ചു തരാം. മഴ ഉണ്ട്. മഴ പോയാൽ പോലും ഞാൻ വൈപ്പർ ഓഫാക്കാൻ മറക്കും ഗൈസ്. നിങ്ങളിങ്ങനെ ഈ ഗെയിമിൽ ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ.
ഞാൻ നല്ല സ്പീഡിൽ പോകണം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഉള്ളിൽ ഇരുന്നിട്ട് ഓട്ടുമ്പോൾ. എനിക്ക് ഏകദേശം ക്ലിയർ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞോളൂ, ഞാൻ പുറത്ത് പോയിട്ട് അടുത്ത വീഡിയോ ആയിരിക്കാം. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഗൈസ്, അതും കഴിഞ്ഞിട്ട് ഞാൻ വരാം ഗൈസ്. അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പത്തിന് രാവിലെ ഒരു 7 മണി 7:30 ആയി. ഞങ്ങളുടെ ഒറിജിനൽ സമയമല്ല, ഗെയിമത്തെ സമയം ഞാൻ ഇപ്പോൾ പറയണത്. ഞങ്ങൾ ഇപ്പോൾ സമയം 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹൈവേ നല്ല വലിയ വണ്ടി കിട്ടി. അതിലാണ് നല്ല സ്പീഡിൽ പോവാണ് ഗൈസ്. സ്പീഡിൽ പോയിട്ട് എവിടെയാണ് കുത്താണ്ടിരുന്നാൽ മതി ഗൈസ്. നല്ല സ്പീഡിലാണ് പോണ്. എവിടെയും കുത്തിയിട്ടില്ല, 100% വണ്ടീൻ്റെ ലൈഫ്. അത് നമ്മൾ ഇടിക്കാണ്ട് പോയാലും ഗൈസ് ചളിയാവും കേട്ടോ. എൻ്റെ കൊമ്പനിൽ അതുണ്ട്, ഒരു ഇടി അടിച്ചിട്ടില്ലോ, അപ്പത്തിനും മഴയും ഇതൊക്കെ പെയ്ഞ്ഞിട്ട് ചളിയായി. നിങ്ങൾക്ക് ഫ്രണ്ട്സുകളിലൊപ്പം കളിക്കാൻ വെച്ചാൽ ഞാൻ കളിക്കാം. ഞാൻ സ്പീഡ് പോയിട്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഹൈവേ കഴിഞ്ഞാൽ പിന്നെ ഇനി ട്രാഫിക് ഉണ്ടാവും. ഒരു 8 മണിയൊക്കെ ആയാൽ നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടാവും മെയിൻ റോഡ് കഴിഞ്ഞാൽ. ഇത് മെയിൻ റോഡ് ഒരു 5 കള്ളിയൊക്കെ ഉണ്ട് റോഡാണ്, അതുകൊണ്ട് നേരെ ട്രാഫിക് ഉണ്ടാവില്ല. ഇതുകൊണ്ട് ഇപ്പോൾ തന്നെ ട്രാഫിക് നോക്ക് എങ്ങനെ നിൽക്കണോക്ക് ലൈനിൽ. നമുക്ക് ആ ഇടയക്കോടെ അങ്ങോട്ട് ഓട്ടറൊക്കെ പോവാം ഗൈസ്. നല്ല സ്പീഡ് കറക്റ്റാ പോട്ടെ ഗൈസ്. എൻ്റെ ഒപ്പം തന്നെ സ്പീഡ് അടിച്ച് കയറി പോകുന്നുണ്ട് ഗൈസ്. ഫ്രണ്ടിലൊരു കുട്ടി വണ്ടി പോകുന്നുണ്ട്, ഫ്രണ്ടിക്ക് വന്നായി കാണുപോലും ഉണ്ടാവില്ല ഗൈസ്. നല്ല സ്പീഡ് പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് വേഗം പോവാം. നല്ല സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് റോഡ് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. മെയിൻ റോഡ് കഴിയാനായി തോന്നുന്നു. ഇതാ ഒരു ടൗൺ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്താനായി. ആ ടൗണിൽ കണ്ട് ഇറങ്ങാം. കണ്ട ചെറിയ റോഡായി. ഇതിപ്പോൾ 4 വരെയായിരുന്നു, ഇപ്പോഴും 4 വരെ ഉണ്ട്. പക്ഷെ മറ്റേ ഓരത്ത് കൂടെ ഉണ്ടോന്ന് ഓർഡറൊക്കെ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ടൗണാണ് പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെയും ആൾമട്ടം ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ ഈ പോസ്റ്റർ കഴിഞ്ഞിട്ട് ഗെയിമിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് പോവാം ഗൈസ്. നമ്മൾ വലിയ ഹൈവേ കാരണം നമ്മൾ പറന്നധികം പോവാനും പറ്റണില്ല, ട്രാഫിക് ആവാനും തുടങ്ങി. വലിയ റോഡായാലേ കുറേ വണ്ടികളൊപ്പം ബ്ലോക്കാക്കി പോവാണ്, നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഇത് വേഗം പോകാൻ പറ്റുന്നില്ല. നേരെ പോയവരുടെ ബാക്കിൽ പോയി ഇടിക്കും. വണ്ടി നമ്മളുടെ കംപ്ലൈൻ്റ് ആവും, അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഗെയിമിൻ്റെ പൈസയും കളയും. എൻ്റെ ഒരു ഇപ്പോൾ കളിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ മെയിൻ റോഡിൽ സ്പീഡ് പോവാനും ഇപ്പം വെഹിക്കണല്ലോ, ഫ്രണ്ടിൽ വണ്ടി വന്ന് നിൽക്കുകയല്ലേ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എവിടെയും സൈഡിൽ സ്ഥലം പോലും ഇല്ല. ഞാൻ അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്പീഡ് പോവാണ്ട് സ്ലോ ആക്കണത്. നമ്മൾ സ്പീഡ് പോവാ ഗൈസ്. നമുക്ക് അതിനൊന്ന് ഓവർടേക്ക് ചെയ്യാം പറ്റണില്ല കേട്ടോ ഗൈസ്, ചെറിയ റോഡാവുകയാണേ. സ്പീഡ് പോയി നോക്കാം, നമുക്കൂടി സ്ലോ ആക്കാണ്ട് നല്ല സ്പീഡ് പോയാൽ പറ്റുമോ നോക്കാം. നമുക്ക് കുറച്ചും കൂടി നല്ല പോവുകയാണെന്ന് വെച്ചാൽ പോവുകയൊക്കെ ചെയ്യാം. അവൻ മാറി തന്നിട്ടുണ്ട് ഗൈസ്, നമുക്ക് വേഗം പോവാം. കാറുകാരുണ്ട്, നമുക്ക് ഓർണ അടിച്ച് നോക്കാം. അയാളെ മാറി തരേണ്ട നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഓർണ തന്നെ മാറി തരാമെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നീങ്ങിപ്പോയി ഗൈസ് അവൻ. അപ്പം നമുക്ക് സുഖമായി സ്പീഡ് പോവാം. എല്ലാവരും ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, വേഗം കണ്ട് പോവാം. ട്രാവലറല്ലേ, അടിച്ച് സ്പീഡ് കൊണ്ട് പോവാം. നമുക്ക് സിലിണ്ടറിൻ്റെ വണ്ടി അതിനും ഓവർടേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാ വണ്ടീനും ഓവർടേക്ക് ചെയ്യുന്നത് സിമ്പിളായി സ്പീഡ് പോകണം. നമ്മൾ നല്ല ഹൈവേ ആണ് തോന്നുന്നത്. കുറച്ചും കൂടി എനിക്കിങ്ങനെ ഹൈവേ പോകണം ഇഷ്ടമല്ല, ചെറിയ വഴിക്കൂടെ മെല്ലെ പോകണം, എന്നാലും നമ്മുടെ കേരളത്തിലത്തെ വൈബ് കിട്ടല്ലോ. എന്നാലും നമുക്ക് ഗെയിമിൽ അങ്ങനെ വരുത്താൻ വയ്ക്കില്ലല്ലോ. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പീഡ് വിടാം. നമുക്ക് സ്ലോ ആവുന്നുണ്ട് വണ്ടി. പെട്രോൾ ഇപ്പോൾ 80 ഉണ്ട്, അത് തികയോന്നറിയില്ല ട്രിപ്പിന് ഫുള്ളായിട്ട്. പോവാ, നമുക്ക് കിട്ടുമോ നോക്കാം. നമ്മൾ പരമാവധി നമുക്ക് വഹിക്കണമാതിരി പെട്രോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാ. നമുക്ക് വേഗമായിട്ട് പോവാട്ടെ. എന്തോ മേലക്കൂടെ പാലൊക്കെ പോകുന്നുണ്ട്. എത്താനായോ?
പാലത്തിൻ്റെ അടിയിൽ കൂടെ കാറൊക്കെ വെട്ടിച്ചോണ്ട് പോവാ ഗൈസ്. പാളും ആരും ഇല്ല ഗൈസ് റോട്ടിൽ. ഫ്രണ്ടിൽ അപ്പുറത്തെ റോട്ടിൽ കൂടെ കുറച്ച് വണ്ടികൾ പോകുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഫ്രണ്ടിൽ ഇത്തിരി വണ്ടികൾ പോകുന്നുണ്ട്. നമുക്ക് അതിന് ഓവർടേക്ക് കഴിഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ നോക്കാം. നല്ല സ്പീഡ് പോകാനും പറ്റില്ല. നേരെ പോയിട്ട് കാറിലാണ്ട് ഇടിച്ചാണ്ട് കയറ്റിയാണ്ടല്ലോ വണ്ടി പിന്നെ അനങ്ങില്ല. ഒക്കെ ഒരു വളവ് തോന്നുന്നുണ്ട് എനിക്ക്. ആ വളവ് വളഞ്ഞു നോക്കാം. കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ടാണ് ആ വളവ് കാണിച്ചാൽ. ഇതാണ് ഞാൻ പറഞ്ഞ വളവ്. നല്ല രീതിക്ക് വളവുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ആ വളവ് വളച്ചിട്ട് സ്പീഡ് പോവാൻ നോക്കാം. ആ കൊട്ട വണ്ടി നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് കളിക്കുന്നു ഗൈസ്. കുറച്ചുമ്പോൾ പോയ മാരത്തെ ബ്രിഡ്ജ് ഇതാ പിന്നെയും പോണു ഗൈസ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഇപ്പോഴാണ് ട്രാഫിക് ശരിക്കും വന്നത്. എൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ട്രാഫിക്കാണ്. ഫ്രണ്ടിൽ കൂടെ വണ്ടി പോവാണ് ഗൈസ്. നമ്മൾ ഓർണം അടിച്ച് തള്ളി തോന്നുന്നു. ഓ മൈ ഗാഡ് ഗൈസ്, ആ സൈഡിൽ റോഡ് ചെറുതായത് കണ്ടോ നിങ്ങൾ ഗൈസ്? ഒക്കെ ഒരു ലൈന് നമുക്ക് ഒരു വണ്ടിയാണ് തേനെ പോകാൻ പറ്റും. ഓവർടേക്ക് ചെയ്യാൻ നല്ല പണിയാണ്. കഷ്ടിച്ചത് ഓവർടേക്ക് ചെയ്യാൻ. ബൈക്കൊക്കെ ആണെന്ന് വെച്ചാൽ സിമ്പിളായി സൈഡിൽ കൂടെ അരഞ്ഞുകൊണ്ട് പോവുക. ട്രാവലർ ബസ്സൊക്കെ ആണെന്ന് വെച്ചാൽ എങ്ങനെ കയറും ഗൈസ് ചെറിയ വഴിയിലൊക്കെ ഓവർടേക്ക് ചെയ്യാനേ. ഇത്തിരി നേരം ഉണ്ട് തോന്നുന്നു. നമുക്കൊരു ഇത്തിരി കൂടി റോഡ് പറഞ്ഞാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന മാരത്തൊക്കെ റോഡ് കിട്ടിയാലാണ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അത് നമ്മളൊരു ഇപ്പോൾ ഒരു 9-9:30 മണിയാവാനായപ്പോൾ വണ്ടിയിൽ കയറിയവർ പറഞ്ഞു കഴിക്കാൻ നിർത്താൻ. അപ്പോൾ ഞാൻ ഇത്തിരി നേരം കഴിക്കാൻ നിർത്തിയിട്ട് നമ്മൾ ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വണ്ടി കണ്ടിന്യൂ ചെയ്തിട്ട് പോവാണ്. നല്ല രീതിക്ക് സ്പീഡിൽ നമുക്ക് പോവാം. ഇതിപ്പോൾ ടൗൺ ഏരിയ കാരണം നമുക്ക് എവിടെയാണ് പോയി ഇടിച്ചാലും പോലീസ് കേസൊക്കെ ആവുമേ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് ഓട്ടണം. മഴയാണിപ്പോൾ. മഴ കാരണം കണ്ട് ഇടി മിന്നണ് കണ്ട് ഫ്രണ്ടിലത്തെ ഹിന്ദിക്കാട്ടിട്ട് വളയുന്നില്ല. നോക്ക് ഞാൻ ബ്രേക്ക് ഇടിച്ചിട്ട് നിർത്തുന്നത്. ഒരു ട്രെയിൻ പാലം ഉണ്ട്. ട്രെയിൻ വരുമ്പോൾ നമുക്ക് വേഗം ഓടാം. സ്പീഡ് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ റോഡാണ് പറഞ്ഞത്. ഇപ്പോഴും ട്രാഫിക് ഉണ്ട മാതിരി. മഴയാണ് പ്രത്യേകത. മഴ ഒന്ന് ചാറുമ്പോഴത്തേനും വണ്ടി പോകുമ്പോൾ അതിന് പുക പോകണ മാതിരി വെള്ളം ഇങ്ങനെ തെറിച്ച് പോവുക ഗൈസ്. ചെറിയൊരു മഴ അറിയത്തില്ല. അപ്പത്തേനും ഇങ്ങനെ വെച്ചാൽ കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥമാരും ഇവിടെ മഴ പെയ്യുന്ന എങ്ങനെ ഇതുണ്ടാവും ഗൈസ്. വെള്ളപ്പൊക്കം മൊരിയില്ല. ഇപ്പോൾ മഴ പോയിട്ട് വെയിലടിക്കാൻ തുടങ്ങി. എത്ര പെട്ടെന്നാണ് വെയിലടിക്കാൻ തുടങ്ങിയത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ട പോവാം. നമ്മൾ 100, 104, 105 നമുക്ക് കയറുന്നുണ്ട് വണ്ടി. അതിനെക്കാട്ടിയും കയറി ഹൈവേയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സ്പീഡ് വിടുക ഗൈസ്. നമുക്കൊത്തിനോണ്ട് ഓവർടേക്ക് കഴിഞ്ഞോണ്ട് പോവുക തന്നെ. നല്ല ഫുട്ബോൾ ഫ്രണ്ട് ഈ കൊട്ട വണ്ടികളും ബൈക്കൊക്കെയാണ് ഗൈസ്. ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എരുത്തിൽ പോയി നിന്നാൽ കാണണേ ഇല്ല. ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഇടിക്കും. അങ്ങനെ സ്പീഡ് പോകുന്ന ടൈമിലേക്ക് കാണില്ല ഫ്രണ്ടിൽ വണ്ടി ഉണ്ട് എന്ന്. അതിൽ ഒറ്റ അടിയാണ്. നമുക്ക് ഉള്ളിൽ പോയിരുന്നിട്ട് നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാം. ഇതാണ് ഉള്ളിലത്തെ വൈബ് ഗൈസ്. കുറച്ച് ബൊമ്മകളിൽ ഇതൊക്കെ കുലുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ആ കണ്ണാടിൻ്റെ അവിടെ ഞാൻ കുറച്ച് ഡൈസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ റോട്ടിൽ കയറാം. സിലിണ്ടറിൻ്റെ വണ്ടിക്കാരൊന്നും പോകണില്ല. വണ്ടി ചരേനെ സ്പീഡ് പോണു. അയ്യോ പച്ച ലൈറ്റ് മതി. അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു ഗൈസ്. നമ്മളെ ഫോൺ കണ്ടോ? സാംസങ് ആണ്. നമ്മളവിടെ നമ്മളെ ട്രാവലറിൻ്റെ മാപ്പ് ഏതാ നോക്ക്. ഉള്ളിലിരിക്കുമ്പോൾ ഏതിലാണ് നമ്മൾ GPS വെച്ചിരിക്കണം നോക്ക് ഗൈസ്. സാംസങ്ങിൻ്റെ ഫോണിൽ സീന്. പക്ഷെ നമുക്കിപ്പോൾ മാപ്പൊന്നും ആവശ്യമില്ല. നമ്മളൊക്കെ സ്പീഡ് ഇപ്പോൾ അടിച്ചു പോവാണ്. വഴി തെറ്റിയാൽ നമുക്കൊന്നും അറിയില്ലേ. അത് കാരണം ഞാൻ സ്ലോ ആയിട്ട് മാപ്പിൽ പോകണേ. അതിനെ വന്നിട്ടൊന്നുമില്ല. അധികം ഞാൻ ഈ റോട്ടിൽ കൂടെ അല്ല പോവാറ്. ഞാനൊരു മല കയറുന്ന മാതിരി ഉണ്ട്. ആ റോട്ടിൽ കൂടെ പോവാറ്. ഞാനൊരു മോഡ് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചുരം ഇറങ്ങണ മോഡാണ്. ഞാൻ അടുത്ത വീഡിയോ അതാണ് ഇടുന്നത് ഗൈസ്. ആ വീഡിയോ കാണിച്ചതിന് ലൈക്ക് അടിക്കൂ.
കുറച്ച് നേരമായി നമ്മൾ ഉള്ളിലിരിക്കുന്ന സമയത്ത് പോലീസ് വണ്ടിക്കാരൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവൻ മാറി തരുന്നില്ല ഗൈസ്. ഞാൻ കുറേ ഓർണടിച്ചു, ഇൻഡിക്കേറ്റർ ഇട്ട് മാറുന്നുണ്ട് പറയുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല അയാൾ. അപ്പോൾ അവിടെ ഒരു നല്ലൊരു വളവ് വരുന്നുണ്ട്, അയാൾ ആ വളവ് കൂടെ പോവുകയാണെന്ന് വെച്ചാൽ പിന്നാലെ പോകേണ്ടി വരും ഇനിയും. ഗൈസ് പോലീസ് അങ്കിൾ ആ വളവ് കൂടെ പോണ്. ഞാൻ കുറേ ഓർണും ലൈറ്റൊക്കെ അടിച്ച് നോക്കി മാറി തരുമോന്ന്. അയാൾ മാറി തരുന്ന ഒരു ഇതുമില്ല. നമ്മൾ ഹൈവ് കിട്ടിയപ്പോൾ പറക്കണമൊക്കെ അയാൾ സ്പീഡ് പോയത് അയാളിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പോലീസാണ് സ്പീഡ് പോകണുണ്ടോ? നമുക്ക് സ്പീഡ് പോയി ഓവർടേക്ക് ചെയ്യാം ഗൈസ്. അത്രയല്ലോ ഓവർടേക്ക് പറഞ്ഞാൽ ഇങ്ങനെ വേണം. നമ്മളൊന്നിട്ട് അടിച്ച പോകാൻ സ്പീഡ് പോകണമെന്ന്. സ്പീഡ് പോവാണ് ഗൈസ്. നമ്മൾ സുഖമായി പോകുന്നുണ്ട്. കുറച്ച് നേരമായി നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. നല്ല പോക്ക് പോകുമ്പോൾ എന്തത് കുറേ നേരം സ്പീഡ് പോകുമ്പോൾ മാത്രമേ ഓരോ കുന്നും ഇറക്കും. എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഹൈവേ അല്ല, ഹൈവേ മാതിരിയാണ്, പക്ഷെ ചെറിയൊരു റോഡാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ മതിലുകൊണ്ട് ആ മരങ്ങൾ സൈഡിൽ പോസ്റ്റ് ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ട്, അതിലാണ്ട് പോയി ഇടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങോട്ട് ചെരിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഇടിക്കും. ഇപ്പോൾ ഗെയിമിൽ 10 മണിയായപ്പോൾ ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം 9:26 ആയിട്ടല്ലേ. ഞാൻ അതപ്പോൾ സമയം നോക്കിയത്. എന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് സ്പീഡ് പറന്ന് പോവാണ് ഗൈസ്. എന്നിട്ട് കണ്ട ട്രാഫിക് ഇപ്പോൾ എത്തിയത് കണ്ട 10 മണിയോട് കഴിഞ്ഞപ്പോഴത്തേനും ലോറിക്കാരന്മാരുടെ കളി തുടങ്ങി. അല്ലെന്ന് വെച്ചാൽ എപ്പോഴും കാറുകാരന്മാരാണ്. ആ പാലും വണ്ടി, നമ്മളടുത്ത പാലും വണ്ടി മാതിരത്തെ ഒരു ട്രിപ്പറുണ്ട് ഇവിടെ, അതാണ് ഫ്രണ്ടിൽ വന്നിട്ട് തിന്ന് കളിക്കും. ലൈറ്റ് അടിച്ച് നോക്കാം. വണ്ടിയിൽ അങ്ങനെ ചളിയായി ഗൈസ്, ഉള്ളിലൊക്കെ ചളി കയറി. നമ്മൾ സ്പീഡ് പോകുമ്പോൾ മഴയും ഇതൊക്കെ പെയ്ഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ അടിച്ച് കയറി ചളിയിട്ട് ഉള്ളിൽ വന്ന് അടഞ്ഞു. നിങ്ങൾക്ക് ഉള്ളിലത്തെ ഇന്ത്യത്തെ സ്റ്റെയറിങ്ങും അല്ലാണ്ട് പിന്നെ ഉണ്ടൊക്കെ അടി ചളിയായിട്ടിരിക്കണ. സൈഡ് മിററൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല ചളിയായിട്ടിരിക്കണേ. നമ്മളിപ്പോൾ എത്താനായി തോന്നുന്നു. നമുക്ക് ഇത്രയും കൂടി വേണം എത്താനായി, നമ്മളെ സ്ഥലം എത്താനായി. നമുക്ക് ആൾക്കാരെ ഇറക്കിയിട്ട് വേണം നമ്മളെ ഷോറൂമിൽ കയറ്റിയിട്ട് കൊമ്പനെ ഇറക്കാൻ. കൊമ്പനും പണിക്കിറക്കിയിരിക്കുകയാണ് ഞാൻ. ഒക്കെ സ്പീഡ് അങ്ങോട്ട് വിടുക, ഇറക്കുക, കൊമ്പനെ എടുക്കുക, അടുത്ത വീഡിയോയിലായി വരിക. നമ്മൾ അങ്ങനത്തെ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ അവിടെ നമ്മളൊരു ഇതായി എന്തോ ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ടാട്ടോ എടുത്തത് ഗൈസ്. നമുക്കൊരു പുറത്ത് പോയി നോക്കിയൊക്കെ കണ്ട ആകെ ചളിയായിട്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് ചളി പറഞ്ഞാൽ ഫുള്ള് ചളി. ബാക്കൊക്കെ കണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ വരുമ്പോൾ എങ്ങനത്തെ ചളി ഫ്രഷായിട്ടൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി. ഇപ്പം കണ്ട് നോക്കുമ്പോഴോ ചളിയോടെ ചളി, ഫുള്ള് മണ്ണും പൊടിയും. നമ്മൾ ഓഫ് റോഡ് തന്നെ പോയിട്ടില്ല, നമ്മൾ നല്ല റോഡ് കൂടെ ഇങ്ങനെ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ മഴ പെയ്ഞ്ഞിട്ട് ചളി ഇറച്ചിക്കണേ. അപ്പോൾ നമ്മളെ കേരളത്തിലത്തെ അവസ്ഥ എന്താവും ഗൈസ്? മഴ പെയ്ഞ്ഞിട്ട് റോട്ടിൽ തന്നെ ഫുള്ള് മണ്ണടിച്ചിട്ടാണ്. അപ്പോൾ തന്നെ ആ റോട്ടിൽ കൂടെ ഒക്കെ ഈ ഗെയിമിൽ പോയാൽ എമ്മാതിരി ചളിയാവും ഗൈസ്. ഇപ്പം തന്നെ ഏകദേശം നല്ല രീതിക്ക് ചളി വന്നിട്ടുണ്ട്. ചില സ്ഥലത്തിലും നമ്മളെ കേരളത്തിലത്തെ മാതിരി പൊട്ടിയിട്ടുണ്ട് റോഡ്. ഇത് നമുക്ക് ഇതേനെയാണ് തോന്നുന്നു ആളിനെ ഇറക്കാൻ പോകുന്നുണ്ട്. നമുക്കൊന്ന് ഇറങ്ങിപ്പോയിട്ട് ചോദിച്ചു നോക്കാം അവിടെയാണോന്ന്, ഇതേനെയാണോ അവിടെ നിർത്താണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് വരാം നമുക്ക്. ഞാൻ അവിടെ പോയി ചോദിച്ചതിൽ എനിക്ക് അറിഞ്ഞത് ഫ്രീ ആണ് കയറാന്ന്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ഗൈസ്. അവിടെ കയറിയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കയറി നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യണ്ടെന്ന്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചിലപ്പോൾ വീഡിയോ എൻ്റെ ആവും. അപ്പോൾ നമ്മളൊന്ന് ബാക്ക് അടിച്ചിട്ട് വരുന്നുണ്ട്. നമുക്കുള്ളിൽ പോവാം. കട്ട് ചെയ്യട്ടെ ഞാനൊന്ന് കട്ട് ചെയ്യാം ഞാൻ, എന്നിട്ട് ഉള്ളിൽ കയറാം നമുക്ക്. എന്നുവെച്ചാൽ വീഡിയോ പോയാലോ ഗൈസ്. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ അറിയണം അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ അതിനെ പോയാൽ കയറാൻ വിചാരിച്ചു. പിന്നെ അതിനെ പോയപ്പോൾ അറിഞ്ഞത് ഇതിനല്ല അപ്പുറത്തെ റോട്ടിൽ കൂടെ കയറുന്നുണ്ടെന്ന് ഗൈസ്.
ഇനി പിന്നെയും കട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്കൂടെ വഴിക്കൂടെ പോയിട്ട് കയറിയാൻ്റെ വെറുതെ റിവേഴ്സ് എടുത്തിട്ട് സ്പീഡ് പോയിട്ട് അപ്പുറത്തേക്ക് വഴി ഇത് ഇട്ടിക്കണുണ്ടോ എന്തൊക്കെയാ തടുത്ത് വെച്ചിക്കണ് ആ സാധനം നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആവാണ്ട് ഇടിച്ചിട്ട് കയറാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് നമുക്ക് അതേനുണ്ട് സിമ്പിളായിട്ട് പോവാം. അത് ഫ്രീ മോഡിലാട്ടോ കളിക്കണം, അതുകൊണ്ട് പൈസ കിട്ടണില്ല. നമുക്ക് ഫ്രീ മോഡല്ലാത്ത ഇത് കാണിച്ച് ഇതാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.